നമസ്കാരം. നമ്മൾ മനുഷ്യർ നമ്മുടെ സൗന്ദര്യ വർധനയ്ക്കായിട്ടും അല്ലെങ്കിൽ നമ്മുടെ രൂപമാറ്റത്തിനായിട്ടുമൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലും ഈ കോസ്മെറ്റിക്സ് സർജറിക്കും അല്ലെങ്കിൽ അത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ ആകൃതി മാറ്റാം. ഒരുപാട് സിനിമാ താരങ്ങൾ അവരുടെ മൂക്കിൻ്റെയൊക്കെ ആകൃതി മാറ്റിയത് നമുക്കറിയാവുന്നതാണ്. വലിയ വലിയ താരങ്ങൾ പോലും തങ്ങളുടെ ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക് സർജറി മറ്റും ഉപയോഗിച്ച് മറ്റൊരു രീതിയിലാക്കി അവരുടെ ആ ലുക്ക് മാറ്റുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് പണം ഇതിനായി ചിലവായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചൈനയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇതൊന്നുമല്ല. വീട്ടിൽ വളർത്തുന്ന പൂച്ചകളെ അവരുടെ ചെവി മിക്കി മൗസിൻ്റേതുപോലെയാക്കി മാറ്റുന്ന ചികിത്സാ രീതി അവിടെ ഇപ്പോൾ വ്യാപകമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളോട് കാട്ടുന്ന അതിക്രൂരതയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം. ഇതിനെതിരെ അവിടുത്തെ പല സംഘടനകളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം പൂച്ചയുടെയും പക്ഷിയുടെയൊക്കെ ചെവിയുടെ ആകൃതി. ഇത് ചെവി നേരെ മുകളിലോട്ട് മിക്കി മൗസിൻ്റെ അതേ ആകൃതിയിൽ മാറ്റണമെങ്കിൽ ഇത് വലിയൊരു പ്രക്രിയയാണ് ഇതിനു വേണ്ടി ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവരുടെ ചെവി ട്രിം ചെയ്താണ് ഈ രൂപത്തിലാക്കി മാറ്റുന്നതും പിന്നീട് മിക്കി മൗസിനെ പോലെ ഈ പൂച്ചകളെയും ആളുകൾ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നത്. ഇത്തരത്തിൽ ഈ ചെവിയുടെ രൂപം മാറ്റുന്നത് വലിയൊരു പ്രക്രിയയാണ്. അത് ഒരുപാട് സമയമെടുക്കും. ഒരുപക്ഷെ 1-2 മാസം സമയമെടുത്താണ് ഈ ചെവിയെ ഈ രീതിയിലേക്ക് മാറ്റി എടുക്കുന്നത്. മാത്രവുമല്ല അവിടെ ഇപ്പോൾ ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ ഇതിന് ഡിസ്കൗണ്ടും അനുവദിച്ചതായി പല ഈ മൃഗ ആശുപത്രികളും അറിയിക്കുന്നുണ്ട്. പൈസ കുറഞ്ഞ നിരക്കിൽ ഈ പൂച്ചകളുടെയും അല്ലെങ്കിൽ നായ്ക്കളുടെയൊക്കെ തന്നെ ചെവിയുടെ ആകൃതി മാറ്റാം എന്നുള്ളത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കോസ്മെറ്റിക് ശസ്ത്രക്രിയ പൂച്ചകളിൽ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരുടെ ചെവിയുടെ അഗ്രഭാഗം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പിന്നെ സ്റ്റൈലിംഗ്, അതിനെ ആ ഒരു ആകൃതിയിലാക്കി എടുക്കുക. പൂച്ചകളുടെ ചെവികൾ നിവർന്നു നിൽക്കാൻ പാകത്തിലാക്കുന്നതാണ് ഇത്. 20 മുതൽ 60 ദിവസം വരെയാണ് ഇതിന് സമയമെടുക്കുന്നത്. മൃഗങ്ങളെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം വേദനാകരമാണ്. ഒരുപക്ഷെ അവർക്ക് മാനസിക പ്രയാസവും ഉണ്ടാകും. പക്ഷേ അവർക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനായി ഈ മൃഗങ്ങളെ കൊണ്ട് നടക്കാൻ വേണ്ടി അവയെ വേദനിപ്പിച്ച് ഈ രീതിയിൽ ശാരീരികമായി മാനസികമായി ഒക്കെ വേദനിപ്പിച്ച് നമുക്ക് കൊണ്ടു നടക്കാൻ മനുഷ്യനെങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് അവിടുത്തെ മൃഗസ്നേഹികൾ ചോദിക്കുന്നത്. അതിൽ നിലവിൽ ഇത്തരം ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനൊന്നും യാതൊരു നിയന്ത്രണങ്ങളും വിലക്കുമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ബ്രീഡിംഗ് സെൻ്ററുകളിലും പെറ്റ്സ് പാർലറുകളിലും ഒക്കെ തന്നെ ഈ ശസ്ത്രക്രിയ ഇപ്പോൾ ധാരാളമായി നടക്കുന്നു. എന്നാൽ ഇത് മൃഗങ്ങളുടെ സ്വാഭാവികമായ ജീവിതത്തെ ബാധിക്കുമെന്നും ഇത് അവരെ മാനസികമായി വല്ലാതെ തളർത്തുമെന്നും മൃഗസ്നേഹികൾ ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രമല്ല ഇതിൽ ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുമുണ്ട്. ഇത്തരം ശസ്ത്രക്രിയ നടത്തുന്നത് അനസ്തീഷ്യ കൊടുത്തതിന് ശേഷമാണ്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ആകൃതി മാറ്റുന്നതും മറ്റുമൊക്കെ തന്നെ. മൃഗങ്ങളിൽ ഇത്തരം അനസ്തീഷ്യ നൽകുന്നത് അവരുടെ ആരോഗ്യസ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പൂച്ചകളെ മയക്കി കിടത്തുന്ന ഇതിനായി ഈ അനസ്തീഷ്യ എത്ര അളവിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഓരോ പൂച്ചയിലും അത് ഓരോ രീതിയിലായിരിക്കും അതിനുള്ള ശേഷി ഉണ്ടാവുക. അങ്ങനെ അല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ നൽകുകയാണെങ്കിലും ഇതിന് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനൊന്നും യാതൊരു വിലക്കും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇത് ഒരു പക്ഷേ നാളെ മറ്റു രാജ്യങ്ങളിലേക്കും ഈ ട്രെൻഡ് വ്യാപിക്കുമോ എന്നാണ് ഇപ്പോൾ മൃഗസ്നേഹികൾ ആശങ്കപ്പെടുന്നത്. കാരണം നമുക്കിന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അറിയാം. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പെട്ടെന്ന് പ്രചാരത്തിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാവരും അനുകരിക്കാൻ തുടങ്ങും എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ തന്നെ ആത്യന്തികമായി ഇരയാകുന്നത് ഈ പാവം മിണ്ടാപ്രാണികളാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പൂച്ചകൾക്ക് വേണ്ടി പറയാൻ മൃഗസ്നേഹികളല്ലാതെ മറ്റാരുമില്ല. വീട്ടിൽ ഓമനിച്ച് ലാളിച്ച് വളർത്തുന്ന പൂച്ചകളെ കൊണ്ടുപോയി അവരെ ചെവി ഇത്തരത്തിൽ ഈ മിക്കി മൗസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതേ ആകൃതിയിൽ രൂപമാറ്റം വരുത്തിയെടുക്കുന്നത് ഈ മൃഗങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ തന്നെ അവരുടെ സ്വന്തം രൂപം കണ്ണാടിയിലോ മറ്റു കാണുകയാണെങ്കിൽ പോലും ഭയന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം പൂച്ചകളെ സംബന്ധിച്ച് സാമാന്യ ബുദ്ധിയുള്ള മൃഗങ്ങൾ തന്നെയാണ് പൂച്ചകളും. ഒരുപാട് വികാരങ്ങളൊക്കെ ഉള്ള മൃഗങ്ങളാണ് പൂച്ചകൾ. നമുക്കതിനെ അറിയാം. നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്നതാണ് പൂച്ചകളെ പലപ്പോഴും. അത്തരത്തിലുള്ള ഈ ഒരു ഇണക്കി വളർത്തുന്ന മൃഗങ്ങളെ കൊണ്ടുപോയി ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തി അവയുടെ രൂപമാറ്റവും വരുത്തി കൊണ്ടു നടക്കുന്നവർ ഒരിക്കലും അറിയുന്നില്ല ഈ പാവം ജീവികൾക്ക് ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലെങ്കിൽ വേദന പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ ചികിത്സ തുടരുന്നിടത്തോളം കാലം ഇവർ വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം
ഇതൊരു ശസ്ത്രക്രിയയാണ് എന്നുള്ളതിന് എൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഒരു മനുഷ്യന് നൽകും പോലെയുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള ചികിത്സയൊന്നും ഒരുപക്ഷെ കൃത്യമായി ഇവയ്ക്ക് ലഭിക്കാറില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം, ഈ ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥാപനങ്ങൾ പലതും അംഗീകൃതമാണോ എന്ന് പോലും സംശയമുണ്ട്. അവിടെ ഇതൊക്കെ ചെയ്യുന്ന ശസ്ത്രക്രിയ നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഇതിന് മതിയായ വൈദഗ്ധ്യമുള്ളവരാണോ എന്നും മൃഗസ്നേഹികൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും അമേരിക്കൻ കഥാപാത്രമായ മിക്കി മൗസിനെ അനുകരിക്കാൻ ഇപ്പോൾ അമേരിക്കയുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത ചൈനയിലെ ജനങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം.